ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ഓപ്പറേറ്റ് മിനിസ്ട്രിയുടെ എല്ലാ ഭാരവാഹികൾക്കും ദൈവമക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഞാൻ വലിയ പാട്ടുകാരിയൊന്നും അല്ല. നേരത്തെ പാട്ടൊക്കെ പാടുമായിരുന്നു. ഇപ്പം എനിക്ക് അത്രയും പാടാനൊന്നും വയ്യ. കേൾവി പോലുള്ള പാട്ട് എനിക്കില്ല. ഇപ്പം എത്ര ഞാൻ ആ വിവരം ഒന്ന് അറിയിക്കുക. യഹോവേ നീ എത്ര നല്ലവൻ, യഹോവേ നീ എത്ര വലിയവൻ, യഹോവേ നീ എത്ര നല്ലവൻ, യഹോവേ നീ എത്ര വലിയവൻ. ഭാഗ്യമേ നിന്നെ സേവിക്കുന്ന ഭാഗ്യമേ, നീ എത്ര നല്ല, നീ എത്ര വലിയവൻ. നല്ല സഖി ആശ്വസിപ്പിച്ചിടുന്നു, നല്ല സഖി ആശ്വസിപ്പിച്ചിടുന്നു. നീ എത്ര നല്ല, നീ എത്ര വലിയവൻ, നീ എത്ര നല്ലവൻ, നീ എത്ര വലിയവൻ. ആശ്വസിപ്പിച്ചിടുന്നു, നീ എത്ര നല്ലവൻ, എത്ര വലിയവൻ. എത്ര വലിയവൻ, ഭാഗ്യമേ ഭാഗ്യമേ, നീ എത്ര നല്ല, നീ എത്ര വലിയവൻ, എത്ര വലിയവൻ. അമ്മാമേ, മോളമ്മാമേ, ഒന്നും കേൾക്കുന്നില്ലായിരുന്നേ. ആ ഗിറ്റാർ ഇല്ലാതെ ഒരു സ്റ്റാൻസോ ഒരു ജസ്റ്റ് ഞങ്ങൾ ആരും ഒന്നും കേട്ടില്ല. നല്ല പാട്ടായിരുന്നു, പക്ഷേങ്കിൽ കേൾക്കാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് ആ ഗിറ്റാർ ഒന്ന് ഗിറ്റാർ ഇല്ലാതെ ഒരു സ്റ്റാൻസോ ജസ്റ്റ് ഒന്ന് പാടിയേരെ. ഓക്കെ, ഗിറ്റാർ ഉള്ളത് കൊണ്ട് അങ്ങനെ കേൾക്കാത്തത്. ഇച്ചിരി മുന്നോട്ട് നീങ്ങിയിരിക്കണേ.
ഡിവൈസിൻ്റെ അടുത്തോട്ട് ഇച്ചിരി നീങ്ങിയിരിക്കണേ. ഓക്കെ. നല്ല സഖിയായി ആശ്വസിപ്പിച്ചിടുന്നു ശോധനാകൾ ജീവിതത്തിൽ നല്ല സഖിയായി ആശ്വസിപ്പിച്ചിടുന്നു യഹോവേ നീ എത്ര യഹോവേ നീ എത്ര വലിയവൻ യഹോവേ നീ എത്ര നല്ലവൻ യഹോവേ നീ എത്ര വലിയവൻ. കേൾക്കാമായിരുന്നു? മോളമ്മ സിസ്റ്ററെ ഒരു കാര്യം ഒന്ന് റിക്വസ്റ്റ് ചെയ്യുവാണേ. കാരണം ആ ഡിവൈസുമായിട്ട് നമ്മുടെ കുറച്ചുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരിക്കാമെങ്കിൽ സാക്ഷ്യം പറയുമ്പോഴാണെങ്കിലും ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റത്തുള്ളൂ. നന്നായിട്ട് പാടുന്നുണ്ട്, പക്ഷെ അത് കുറച്ചുകൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്ന ഇരിപ്പും മൊബൈലാണോ അതോ ലാപ്ടോപ്പ് ആണോ? മൊബൈലാ മാമേ. അപ്പൊ അതൊന്ന് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് അടുത്ത് നമ്മൾ സംസാരിക്കുന്നത് കേൾക്കണമെങ്കിൽ കുറച്ചുകൂടെ അടുത്തിരിക്കണം. അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ. നല്ല പാട്ടായിരുന്നു, നല്ല അനുഗ്രഹിക്കപ്പെട്ട പാട്ടായിരുന്നു, നല്ല വോയിസും. ഇപ്പൊ കേക്കോ? നന്നായിട്ട് കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം. നല്ല സൗണ്ട് ഉണ്ട്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തില് എല്ലാവർക്കും എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എനിക്ക് തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ അല്പമായ ചില കാര്യങ്ങളൊക്കെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തതൊക്കെ പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് എന്റെ സമയം തീർക്കാൻ ആഗ്രഹിക്കുന്നു. എന്റെ പേര് അറിയാമല്ലോ, എന്റെ പേര് മോളമ്മ എന്നാണ്. ഞാനും എന്റെ കുഞ്ഞുങ്ങളുമായി ഞങ്ങൾ ഡൽഹിയിൽ പാർക്കുന്നു. എനിക്ക് 3 മക്കളാ ഉള്ളത്. മൂത്ത മകൻ കർത്താവിന്റെ വേലക്കാരനാണ്. ഇളയത് 2, ഒരാണും ഒരു പെണ്ണും. 2 ആണും 1 പെണ്ണും എനിക്കുള്ളത്. അവര് ദൈവകൃപയാല് എന്നോടൊപ്പമുണ്ട്. ഇന്ന് വരെയും കർത്താവ് ഞങ്ങളെ വളരെ സന്തോഷമായി പട്ടണത്തിൽ വഴി നടത്തുന്നു. ഞാൻ 1991 ഡൽഹി പട്ടണത്തിലേക്ക് വന്നത്. ഞാൻ കർത്താവിന്റെ വേല ചെയ്യുന്ന സഭാ ശുശ്രൂഷ ചെയ്യുന്ന ഒരു കർത്താവിന്റെ ദാസനാണ് എന്നെ വിവാഹം കഴിച്ചത്. ഞങ്ങൾ അങ്ങനെ ഇവിടേക്ക് കടന്നു വന്നിട്ട് ഇപ്പം വർഷങ്ങള് 91 ഞാൻ വന്നു. 2015 എന്റെ പ്രിയപ്പെട്ടവൻ നിത്യതയിൽ ചേർക്കപ്പെട്ടു. പ്രത്യേകമായ അസുഖങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ബാക്ക്ഗ്രൗണ്ടുകളൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ എന്റെ പ്രിയപ്പെട്ടവൻ നിത്യതയിൽ ചേർക്കപ്പെട്ട് ഞങ്ങൾ ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിൽ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിലായിരുന്നു. അവസാനമായി ഞങ്ങളുടേതായ കുഞ്ഞുങ്ങളുടെ ഈ ട്രാൻസ്ഫറിന്റെ കാരണത്താല് ഞങ്ങൾ പെട്ടെന്ന് ശാരോൻ വിട്ടിട്ട് സ്വതന്ത്രമായ ഒരു ചർച്ചിന്റെ കൂടെ ഞങ്ങൾ ഡൽഹിയിലേക്ക് വീണ്ടും വരാനിടയായി തീർന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ വന്ന് 2-3 വർഷം കഴിഞ്ഞപ്പോൾ എന്റെ പ്രിയപ്പെട്ടവന് പെട്ടെന്ന് ഒരു കുഴപ്പവുമില്ലായിരുന്നു. തന്നെ അറ്റാക്ക് വന്ന് പെട്ടെന്ന് മരിക്കുമായിരുന്നു. മരിക്കുന്ന സമയത്ത് ഞാൻ ഒരു ഡ്യൂട്ടി ചെയ്യുന്നുണ്ടായിരുന്നു. സാമ്പത്തികമായ പ്രയാസങ്ങൾ അങ്ങനെ നിന്ന ചർച്ചിൽ നിന്ന് മാറിയിട്ടുണ്ട്. വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. അങ്ങനെ ഞാനൊരു ചെറിയ ജോലി ചെയ്യുന്ന ഒരു സമയത്ത് എന്റെ പ്രിയപ്പെട്ടവൻ മരിച്ചത്. ഞാനൊരു ക്ലിനിക്കിൽ നിന്ന് അല്പസ്വല്പം ജോലികളൊക്കെ പഠിച്ചു. ഞാൻ നേഴ്സല്ല. പിന്നെ അതോടുകൂടി അതിനുശേഷമായി ഞാൻ പ്രൈവറ്റ് ഡ്യൂട്ടിക്ക് വേണ്ടി ഞാൻ ഹോം നേഴ്സായിട്ട് ജോലി ചെയ്തു. അങ്ങനെ ഞാൻ ജോലി ചെയ്തിരിക്കുന്ന സമയത്ത് ഒരു നൈറ്റ് ഡ്യൂട്ടിയാണ്. എന്റെ പ്രിയപ്പെട്ടവന് പെട്ടെന്ന് രാത്രി 12 മണി വരെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്ന മനുഷ്യന് പ്രഭാതത്തിൽ ഞാൻ വന്ന് ഡെഡ് ബോഡിയാണ് ഞാൻ കാണുന്നത്. അങ്ങനെ എന്റെ പ്രിയപ്പെട്ടവനോട് ഒരു കാര്യങ്ങൾ സംസാരിക്കുവാനൊന്നും എനിക്ക് കഴിഞ്ഞില്ല. ആ ഒരു അവസ്ഥയിൽ എന്റെ പ്രിയപ്പെട്ടവന്റെ വേർപാട് എന്നെ വളരെ വേദനിപ്പിക്കുവാനിടയായി തീർന്നു. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ച ഒരു കാര്യമല്ല. ഇത്ര പെട്ടെന്ന് മരണം എല്ലാവർക്കും ഉണ്ട്. പെട്ടെന്ന് എന്റെ ജീവിതത്തിൽ നിന്ന് വേർപെടുമെന്ന് ഞാൻ വിചാരിച്ചൊരു വിഷയമല്ല. എനിക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്, ഞാനുണ്ട്. എന്റെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സമയമാണ്.
ഞാൻ ഈ ചെറിയ ജോലി ചെയ്യുന്നു. സഭയുടേതായ വരുമാനങ്ങളൊന്നും ഞങ്ങൾക്കില്ല. ഈ ഒരു അവസ്ഥയിൽ ഞാൻ എൻ്റെ ജീവിതത്തിന്റെ 4 വശവും ഇടിഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയായി എനിക്ക്. ഈ കുഞ്ഞുങ്ങളുമായി ഞാൻ എന്ത് ചെയ്യും എന്നുള്ളതായ ഒരു ദുഃഖം എന്നെ പെട്ടെന്ന് ഭരിക്കുവാനിടയായി തീർന്നു. ഒരു മാനസികമായി ഞാൻ ഒരുപാട് തളർന്ന്, കുഞ്ഞുങ്ങളുടെ പഠന കാര്യങ്ങൾക്ക് വേണം, ഞാൻ ഡ്യൂട്ടിക്ക് പോകണം, വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അച്ചായന്റെ മരണത്തോടു കൂടി സഭാ ശുശ്രൂഷ അവിടെ അസ്തമിക്കുവാനിടയായി തീർന്നു. ആ പ്രവർത്തനം ഏറ്റെടുക്കുവാൻ ആരുമില്ലായിരുന്നു. അതോടുകൂടി അവരും മറ്റു അടുത്ത ചർച്ചകളിലൊക്കെ അങ്ങ് പോയി. അതുകൊണ്ട് ജീവിതത്തില് ഒത്തിരി ഭാരങ്ങളും പ്രയാസങ്ങളും ഞാൻ അനുഭവിച്ചു. ഒരു കർത്താവിന്റെ വേലക്കാരന്റെയും കുടുംബത്തിന്റെയും വേദനകളും ബുദ്ധിമുട്ടുകളും എന്തൊക്കെയുണ്ടോ അതെല്ലാം എൻ്റെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിച്ചു. അതൊന്നും നമ്മൾ എടുത്തു പറയേണ്ട കാര്യങ്ങളില്ല, ഇതൊക്കെ ഈ കൂട്ടത്തിലുള്ളതാണല്ലോ. കർത്താവ് എന്നെങ്കിലും ഞങ്ങളെ അവിടം വരെ നടത്തി. എന്നാല് എൻ്റെ പ്രിയപ്പെട്ടവന്റെ വേർപാടിന് ശേഷം എൻ്റെ കുഞ്ഞ് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയം മൂത്ത മകന്, പിള്ളേർ രണ്ടും, അവരും രണ്ടാമത്തെ മോന് +2 എഴുതിയിട്ടിരിക്കുന്നു, മോൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കൂടെയുള്ള സ്ഥലമാറ്റം കാരണം എൻ്റെ കുഞ്ഞുങ്ങളുടെ പഠനം ഒത്തിരി ലേറ്റ് ആകുവാനിടയായി തീർന്നു. അതുകൊണ്ട് അവർക്ക് പ്രായം ഓവറാണ്. ചെറുത് ക്ലാസ്സുകളിൽ അവർ പഠിച്ചു. കർത്താവ് അവിടം വരെയും കൊണ്ടുവന്നു. എങ്കിലും പ്രിയപ്പെട്ടവന്റെ വേർപാടിൽ അടുത്ത സ്റ്റെപ്പ് ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ കഴിയത്തില്ല. ഞാൻ മണിമാമയ്ക്ക്, എൻ്റെ ശാന്തമാമയ്ക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം, ഏകദേശമൊക്കെ. എൻ്റെ സഹോദരങ്ങള്, എനിക്ക് ഞാൻ എൻ്റെ കുടുംബത്തിൽ എൻ്റെ അപ്പനും അമ്മയും എന്നെ മരിച്ചുപോയി. പിന്നെ എൻ്റെ സ്വന്തം എന്ന് പറയാൻ എനിക്ക് 3 ആങ്ങളമാരും ഞാനൊരു പെണ്ണുമാണുള്ളത്. ആവിധ ലാളനയിലൊന്നും അല്ല ഞാൻ വളർന്നത്. എങ്കിലും ചെറുപ്രായം മുതൽ എനിക്ക് കർത്താവിനെ സേവിക്കുവാൻ ഇടയായി തീർന്നത് കൊണ്ട് ആ ദൈവത്തിലുള്ള പ്രത്യാശ എന്നെ ആ ജീവിതത്തിൽ മുൻപോട്ട് നയിച്ചു എന്ന് വേണം പറയാൻ. എൻ്റെ സഹോദരങ്ങളൊക്കെ CSI ബാക്ക്ഗ്രൗണ്ടിൽ പെട്ടവരാണ്. ഇപ്പോൾ ഒരു സഹോദരൻ വിശ്വാസത്തിലുണ്ട്. എങ്കിലും കർത്താവ് ഇവര് ഒക്കെ ഇങ്ങനെയാണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവന്റെ വേർപാടോടുകൂടെ എൻ്റെ 2 കുടുംബങ്ങളിലെ സഹോദരങ്ങൾ എന്നെ വിട്ടകലുവാനിടയായി തീർന്നു. ഞാൻ പ്രതീക്ഷിച്ചു എൻ്റെ ഭർത്താവ് മരിച്ചപ്പോൾ ഇവരെയൊക്കെ എന്നെ ഒന്ന് താങ്ങും എന്ന് ഞാൻ കരുതി. കർത്താവിന്റെ പദ്ധതി എന്നെ പറ്റിയുള്ളത് അതല്ലായിരുന്നു. എൻ്റെ സഹോദരങ്ങളൊക്കെ എന്നെ ഓടി വിട്ടകലുകയായിരുന്നു. കാരണം ഭാരിച്ച ഒരു കുടുംബത്തിന്റെ ചുമതല ഏറ്റെടുക്കുവാൻ ആർക്കും സൗകര്യമില്ല. അത്രയും മാത്രമേ ഉള്ളൂ അതിനകത്ത് കാര്യങ്ങൾ. എങ്കിലും കർത്താവ് എന്നെ കൈവിട്ടില്ല. ഞാൻ ഒരു പെട്ടെന്ന് എൻ്റെ കാര്യങ്ങൾ കാട് കയറി ചിലപ്പം പറഞ്ഞു പോകും. എന്നെ സാക്ഷ്യം പറഞ്ഞുള്ള പരിചയം എനിക്കില്ല. ദയവായി ദൈവജനം എന്നോട് ക്ഷമിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവൻ മരിച്ച് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഒരു പ്രഭാതത്തിൽ ഞാൻ ഇങ്ങനെ അടുക്കളയിലെ പണി ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എനിക്ക് ഈ ഭൂമിയിൽ ആരുമില്ല, എനിക്ക് സഹോദരങ്ങളില്ല, എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാൻ കൂട്ടുവിശ്വാസികൾ എനിക്കില്ല, എനിക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്, എനിക്ക് ജോലിയില്ല. എൻ്റെ ജോലി അതോടുകൂടി ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അതും ഇടയ്ക്ക് ഒന്നുകൂടെ ഞാൻ അത് ഹിന്ദി ഒന്ന് തരുന്നു. ഞാൻ ജോലി ചെയ്തിരുന്ന സമയത്ത് എൻ്റെ ഭർത്താവ് മരിച്ചതോടുകൂടി ഞാൻ പ്രൈവറ്റ് ഡ്യൂട്ടി ചെയ്തതായ എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരു സിസ്റ്റർ ഉണ്ട്. പുള്ളിക്കാരി ആ വീട്ടുകാരോട് പറഞ്ഞു, അവൾക്ക് മെന്റലി പ്രോബ്ലം ഉണ്ട്, അവളുടെ ഭർത്താവ് മരിച്ചുപോയി, ഇനി അവൾക്ക് മെന്റലി ഇച്ചിരി വിഷയമുണ്ട്, അവളിവിടെ ഡ്യൂട്ടി ചെയ്യുന്നത് ശ്രദ്ധിച്ചല്ല, ഒന്നുമല്ല എന്ന് അവരോട് പറഞ്ഞ് എൻ്റെ ജോലി പോകുവാനും ഇടയായിത്തീർന്നു. ഈ ഒരവസ്ഥയിൽ ഞാൻ ശൂന്യമായി. എങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ ജോലിയൊക്കെ വളരെ ഭംഗിയായിട്ടേ ഞാൻ ചെയ്യത്തുള്ളൂ. കാരണം എൻ്റെ ഭർത്താവ് മരിച്ച ദുഃഖമൊന്നും എൻ്റെ ജോലിയിൽ ഞാൻ കാണിക്കാറില്ല. എന്നെ അവിടുന്ന് പറഞ്ഞു വിടണമെന്നോർത്ത് മലയാളിയായ ഒരു സഹോദരിയാണ് എന്നെ അവിടുന്ന്, ആ വീട്ടുകാരെന്നെ പറഞ്ഞു വിട്ടു. അപ്പോൾ പിന്നെ എനിക്കുള്ള വരുമാനം എന്ന് പറയാൻ യാതൊന്നുമില്ല. ഞാൻ ഈ അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ദൈവത്തോട് ഒരു ദിവസം എൻ്റെ ദൈവം എന്നോട് ചോദിച്ചു, ഞാൻ പ്രഭാതത്തിൽ വളരെ അധികമായി നിന്ന് ജോലി ചെയ്യുകയും കരയുകയും ചെയ്യുമ്പോൾ എൻ്റെ തോളിൽ തട്ടി ശാന്തമായ ഒരാൾ എന്നോട് ചോദിക്കുന്നവർ ചോദിച്ചു, നീ എന്തിനാ കരയുന്നത്? നിനക്ക് ഞാനുണ്ട്. ഞാൻ യോസേഫിന്റെ ദൈവമാ, ഞാൻ ഇബ്രാഹിമിന്റെ ദൈവമാ, ഞാൻ യാക്കോബിന്റെ ദൈവമാ. ഈ ദൈവശബ്ദം എനിക്ക് വളരെ ശാന്തമായി എന്നോട് ചോദിക്കുവാൻ, ഒരു മാതാവിന്റെ ഒരു കണ്ണുനീർ തുടയ്ക്കുന്ന പോലെ എൻ്റെ കണ്ണുനീർ പെട്ടെന്ന് സ്റ്റോപ്പായി. എനിക്ക് ഒത്തിരി ആശ്വാസം തോന്നി. പെട്ടെന്ന് ഞാൻ പിന്നെ ഓർത്തിനി എൻ്റെ മനസ്സിൽ തോന്നിയതാണോ? ഞാൻ പിറ്റേ ദിവസം സൺഡേ ആണ്, ഞാൻ ചർച്ചിൽ ചെന്നപ്പോൾ അന്ന് പകൽക്കാലം കർത്താവിന്റെ ദാസൻ ഈ 3 വ്യക്തികളെ വെച്ചാണ് ദൈവത്തിന്റെ വചന ശുശ്രൂഷ. അപ്പോൾ ഞാൻ പൂർണ്ണമായിട്ട് ഉറച്ച ദൈവമാണ് എന്നോട് വാസ്തവമായി സംസാരിച്ചത്. കർത്താവ് എന്നോട് പറഞ്ഞു, ഞാൻ നിനക്കുണ്ട്, നീ എന്തിനാ കരയുന്നത്? നീ കരയണ്ട, ഞാൻ നിനക്കുണ്ട്. ആ വാക്ക് എന്നെ ഇന്ന് വരെ നടത്തുന്നു. എന്താന്ന് വെച്ചാൽ എൻ്റെ ജോലി, കുഞ്ഞുങ്ങള് പെട്ടെന്ന് മോന്റെ പഠനമൊക്കെ പൂർത്തീകരിച്ച് BA പഠനം പൂർത്തീകരിച്ചു കഴിഞ്ഞ് അവൻ ട്യൂഷൻ എടുക്കാൻ തുടങ്ങി. ഞാൻ ചെറിയ രീതിയിലൊക്കെ ക്രച്ചുകൾ നടത്താൻ തുടങ്ങി, ഡേ കെയർ നടത്താൻ തുടങ്ങി. അങ്ങനെ എൻ്റെ ജീവിതം മുൻപോട്ട് പോകുന്ന ഒരു സമയം, വീട്ടുകാര്യങ്ങളൊക്കെ അതുകൊണ്ടൊക്കെ ഞങ്ങൾക്ക് നിന്നുപോകാൻ ദൈവമായ കർത്താവ് സഹായിച്ചു. ഇതോടൊപ്പം കുഞ്ഞുങ്ങളുടെ പഠനകാര്യങ്ങളൊക്കെ ഈ വരുമാനത്തിൽ കൂടെ ദൈവം നടത്തി. ദൈവം അത്ഭുതകരമായി ഞങ്ങളെ നടത്തി. ആ ഒരു വിഷയത്തിൽ കൂടെ മുൻപോട്ട് പോകുന്ന സമയത്ത്
പെട്ടെന്നാണ് കൊറോണയുടെ അനുഭവങ്ങൾ കടന്നു വരുന്നത്. ഞാൻ ഇടയ്ക്ക് കയറി അങ്ങ് പറയുക, ആ കൊറോണയുടെ സമയങ്ങൾ വന്നു നോക്കുമ്പോൾ എന്റെ ഡേ കെയർ നിൽക്കുവാനിടയായി തീർന്നു. എന്റെ പ്രിയ പൈതന്റെ ട്യൂഷൻ നിൽക്കുവാനിടയായി തീർന്നു. അവന് അതോടൊപ്പം തന്നെ ഒരു ചെറിയ ജോലി കൂടെ ചെയ്യുന്നുണ്ടായിരുന്നു. ആ ജോലി തീർന്നു. എന്റെ ആ ജോലി, ഈ 3 വരുമാനം അവിടെ സ്റ്റോപ്പായി. ഇനി അടുത്തത് എങ്ങനെയാ മുമ്പോട്ടെന്നുള്ള ഒരു ഭാരം എന്നെ ഭരിച്ചു. ദൈവമക്കളെ, ഞാൻ പറയട്ടെ, അനാഥരെയും വിധവുമാരെയും സംരക്ഷണ ചെയ്യുന്ന ദൈവം എന്നെയും എന്റെ കുഞ്ഞുങ്ങളെയും ഈ പട്ടണത്തിൽ വളരെ ഭംഗിയായി എന്നെ നടത്തി. അതൊക്കെ പറഞ്ഞാൽ ഒരുപാട് വിവരിച്ചു പറയാനുണ്ട്. ഈ സമയങ്ങളൊന്നും എന്റെ സഹോദരങ്ങൾ ആരും ഞങ്ങളെ ഒന്ന് അന്വേഷിക്കുവോ, നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ കാര്യങ്ങൾ കഴിയുന്നെന്ന് ഒരു വാക്ക് ചോദിക്കുകയോ ചെയ്യാൻ ഞങ്ങൾക്ക് ആരുമില്ലായിരുന്നു. കർത്താവ് എന്നോട് വാക്ക് പറഞ്ഞതുപോലെ എന്റെ കൊച്ചുമകന്റെ ജോലി പോയപ്പോൾ അവൻ പ്രഭാതത്തിൽ അവൻ അവിടെ ജോലി വൈകിട്ട് കഴിഞ്ഞ് വന്ന് നിന്ന് ആ വെളിയിൽ വന്ന് അവൻ കരയുവാനിടയായി. എന്നെ കാണാതെ കണ്ണുനീർ തുടയ്ക്കുന്നു. ഞാൻ പെട്ടെന്ന് മോനോട് പറഞ്ഞു, മോൻ എന്തിനാ കരയുന്നത്? മോൻ കരയണ്ട, ഇങ്ങ് കയറി വാ, നമ്മളെ വിളിച്ചത് കർത്താവാ. അവൻ ഇതുവരെയും കൊണ്ടുവന്നെങ്കിൽ പിന്നെയും നടത്തും. ഞാൻ എന്റെ അടുക്കളയ്ക്കകത്തിരുന്ന് ഞാൻ എന്റെ ദൈവത്തോട് എന്ന് പറയും, കർത്താവേ, നീ എന്റെ പ്രിയപ്പെട്ടവനെ എടുത്തു, എന്റെ കുഞ്ഞുങ്ങളുടെ ജോലി പോയി, എന്റെ ഡേ കെയർ ഉള്ളത് അതും നിന്നു, ഇനി എനിക്കുള്ള വരുമാനം ആര്? എന്റെ പ്രിയപ്പെട്ടവൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ ബുദ്ധിമുട്ടുകളില്ലായിരുന്നു. എന്റെ പാത്രങ്ങളൊക്കെ കാലിയായി തുടങ്ങി. അടുത്ത മാസം എന്റെ പാത്രങ്ങൾ നിറയണം, എനിക്ക് വാടക കൊടുക്കണം, ഈ വിധ കാര്യങ്ങൾ എനിക്ക് ആരും നടത്തി തരും എന്നോർത്ത്. അതുകൊണ്ട് എന്റെ ബോണസും എന്റെ അലവൻസും എല്ലാം നീയാ. എല്ലാ ജോലി ചെയ്യുന്ന കുഞ്ഞുങ്ങളുടെ ബാങ്കിലേക്ക് അവരുടെ സാലറി വരുമ്പോൾ എന്റെ ബാങ്ക് ബാലൻസ് ശൂന്യമായിട്ട് കിടക്കുന്നു. ഞാൻ എന്ത് ചെയ്യും എന്നോർത്ത്. എനിക്ക് കേവലമുള്ള വരുമാനം 2500 രൂപ വിധവ പെൻഷൻ മാത്രമേ എനിക്കുള്ളത്. ഈ പെൻഷൻ കൊണ്ട് ഞാൻ എങ്ങനെ ജീവിക്കും? എനിക്ക് ഭയം തോന്നി. എങ്കിലും കർത്താവ് എന്നെ കൈവിട്ടില്ല. ദൈവമക്കളെ, ഞാൻ പറയട്ടെ, അനേക ദൈവജനം, എനിക്കറിയത്തില്ല, ഞാൻ എന്റെ ദൈവത്തോട് പറഞ്ഞ പ്രകാരം എന്റെ ബാങ്കിൽ ആ മാസം 30,000 രൂപ വന്ന് നിറയുവാനിടയായി തീർന്നു. പലരാൽ അത് വന്ന് ഞാൻ എന്റെ ദൈവത്തോട് പറഞ്ഞു, എന്റെ കാര്യങ്ങളെല്ലാം ആ മാസത്തെ ഓക്കെ ആയിട്ട് നടന്നു. ഞാൻ പിറ്റേ മാസം എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഇനി അടുത്ത മാസം വാടക വരുമ്പോ ഞാൻ ടെൻഷൻ അടിക്കുവാണല്ലോ, ഇനിയും ഞാൻ എന്ത് ചെയ്യും എന്നോർത്ത്. അതുകൊണ്ട് എനിക്ക് അഡ്വാൻസ് ആയിട്ട് നീ ഒരു വാടക പൈസ കൂടെ അഡ്വാൻസ് ആയിട്ട് എനിക്ക് വരണം. ദൈവമക്കളെ, പിറ്റേ മാസം എനിക്ക് 42,000 രൂപ എന്റെ ബാങ്കിൽ വന്നു. ഒരു മാസം സ്ഥിരം അയക്കുന്നവരല്ല. ഇതെങ്ങനെ വരുന്നു, ഇത് ഏതുവഴി വരുന്നു എന്നൊന്നും എനിക്കറിയത്തില്ല, ആരാന്നൊന്നും എനിക്കറിയത്തില്ല. ചുരുക്കം ചിലരെ, 1-2 പേരെ എനിക്കറിയാം. അത്ര മാത്രമേ എന്റെ വീട്ടിലെ വരും. ദൈവമക്കളെ, എന്നെ ശ്രേഷ്ഠമായി നടത്തി പോരാഞ്ഞിട്ട് എന്റെ വീട്ടിൽ പിറ്റുകളുടെ ഒരു കൂമ്പാരം വന്നതുപോലെ ആ ദേശത്തൊരു മനുഷ്യരുടെ വീട്ടിൽ വന്നിട്ടില്ല. അത് അത്രമാത്രം എനിക്ക് എന്റെ വീട്ടില് 100 കിലോ ഗോതമ്പ് വരെ ഒരു പ്രാവശ്യം നിറഞ്ഞു. ഞാൻ മാത്രമല്ല അത് ഭക്ഷിച്ചത്, എന്നെ പോലെ വിധവമാരായ 1-2 കുടുംബം ഉണ്ടായിരുന്നു. ഞാൻ മാത്രം കൂടാഞ്ഞിട്ട് അവരെ കൂടെ ഞാൻ എന്റെ കഴിവിനനുസരിച്ച് ഞാൻ അവരെ സഹായിക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. ഒരു വ്യക്തിയോട് പോലും ഒരു 10 പൈസ കടം വാങ്ങാൻ സ്വർഗത്തിലെ ദൈവം ഇന്ന് വരെ എന്നെ അനുവദിച്ചിട്ടില്ല. എനിക്ക് സ്ഥിരമായൊരു വരുമാനങ്ങളൊന്നുമില്ല, എങ്കിലും കർത്താവ് ആ വാക്ക് പറഞ്ഞ പോലെ ഞാൻ നിന്നെ കൊണ്ട് എന്ന് പറഞ്ഞത് അവൻ അങ്ങനെ തന്നെ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു. ശ്രേഷ്ഠമായി കൊറോണ കാലഘട്ടത്തിലെ ദൈവം ഒരു പകർച്ചവ്യാധികളൊന്നും കൂടാതെ എന്നെയും എന്റെ കുഞ്ഞുങ്ങളെ പട്ടണത്തിൽ ക്ഷേമമായി പോയിട്ട്. ദൈവമക്കളെ, ആ കിറ്റിന്റെ വരവ് കഴിഞ്ഞ ഡിസംബർ മാസം വരെ അതെനിക്ക് വന്നുകൊണ്ടിരുന്നു. ദേശത്ത് പലരും പറഞ്ഞു, ആ കുടുംബത്തെ ദൈവം പോറ്റിയത് വളരെ അത്ഭുതകരമായ, എന്റെ ദൈവം ജീവിക്കുന്ന ദൈവമാണെന്ന് ഞാൻ അതിൽ തൊട്ട് മനസ്സിലാക്കി. എന്റെ കുഞ്ഞുങ്ങളോട് ഞാൻ ദൈവം ചെയ്ത ഓരോ ഉപകാരങ്ങളെ ഷെയർ ചെയ്യും. ഞങ്ങൾ ദിനം പ്രതി ഞങ്ങൾ ഈ കാര്യങ്ങളെ പറയും. ഞാൻ എന്റെ ജോലി പോയെന്ന് പറഞ്ഞല്ലോ, പിന്നെ എനിക്കൊരു ജോലി കിട്ടിയിട്ടില്ല. പിന്നെ എന്റെ കുഞ്ഞുങ്ങളെ വളർത്തി എനിക്കൊരു ഭയമുണ്ടായിരുന്നു. സുവിശേഷ വേലക്കാരുടെ മക്കൾ എവിടെയും പലയിടത്തും വഴിതെറ്റി പോകുന്നു. ഞാൻ പൈസ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് കുഞ്ഞുങ്ങളെ പോറ്റി പുലർത്തി കഴിഞ്ഞാൽ നാളെ ഒരു സമയത്ത് എന്റെ കുഞ്ഞുങ്ങൾ ദൈവസന്നിധി കാണത്തില്ല. അതുകൊണ്ട് ഞാൻ ജീവിച്ചിട്ട് പ്രയോജനമില്ല. ഞാൻ എന്റെ കർത്താവിനോട് പറഞ്ഞു, ഞാൻ ഇവിടെ ഇരിക്കും, ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. എനിക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ആ ദൈവം എന്റെ കുഞ്ഞുങ്ങളെ നിത്യത നഷ്ടപ്പെടാൻ ഞാൻ അനുവദിക്കത്തില്ല. ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ പോയിട്ട് ദൈവമക്കളെ, ദൈവകൃപയാൽ ഇന്ന് വരെ എന്റെ കുഞ്ഞുങ്ങൾ എനിക്കൊരു ആശ്വാസമാണ്. അവർ 3 പേരും എന്നോടൊപ്പമുണ്ട്. ഒരുവൻ കർത്താവിന്റെ വേല ചെയ്യുന്നു. എന്നെ കൂടാതെ, എന്റെ അറിവ് കൂടാതെ അവർക്കൊരു ഇഷ്ടമില്ലാത്ത വഴികളിൽ അവർ പോകത്തില്ല. ദൈവത്തിന്റെ കരുണ, എന്റെ മിടുക്കോ എന്റെ സാമർഥ്യമോ ഒന്നുമല്ല, ദൈവത്തിന്റെ വലിയ കരുണയൊന്നു മാത്രം. അങ്ങനെ ഞാൻ ഈ പട്ടണത്തിൽ ഇവിടെ വരെ നിൽക്കുന്നു. ദൈവമക്കളെ, എന്റെ പ്രിയപ്പെട്ടവൻ മരിച്ചു കഴിഞ്ഞു. എന്റെ മൂത്ത ഇളയത് ഒരു പെൺകുഞ്ഞാണ്. അവള് പപ്പ മരിക്കുന്നതിന് 2 വർഷം മുമ്പ് അവർക്കൊരു ചെറിയ തലവേദന തുടങ്ങി. ഞാനത് ഷോർട്ടായിട്ട് പറഞ്ഞുതരാം. ആ തലവേദന എന്റെ കുഞ്ഞിന് കഴിഞ്ഞ നേഴ്സിംഗ് പഠനം പൂർത്തീകരിക്കുന്നതിന് തൊട്ടു മുമ്പ് വരെ അതൊരു സാധാരണ തലവേദനയല്ലായിരുന്നു. എന്റെ കുഞ്ഞിന്റെ ഉറക്കം കെടുത്തി. ലാസ്റ്റ് മൂവ്മെന്റിലോ അവളുടെ ഉറക്കം കെടുത്തി. അവൾക്ക് ഉറക്ക ഗുളിക കഴിച്ചിട്ട് ഉറക്കമില്ല, പഠിക്കാനൊക്കുന്നില്ല.
കുഞ്ഞുങ്ങളിൽ നിന്ന് ഇവിടെ വിശ്വാസിയായതുകൊണ്ട് ജാതികളായ കുഞ്ഞുങ്ങളുടേതായ പ്രയാസങ്ങൾ വളരെ ഭാരപ്പെടുത്തി മുറിക്കകത്തിട്ട് അടച്ചിടുകയും കുഞ്ഞിനെ മറ്റു പ്രയാസങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കാനൊക്കെ ഒരുങ്ങിയ സന്ദർഭങ്ങളിലൊക്കെ അവൾ വളരെ വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ നിന്നു. അതാത് സമയങ്ങളിൽ ദൈവങ്ങളോട് സംസാരിക്കും. നിനക്ക് വേണ്ടി ഇന്ന കാര്യങ്ങൾ ഒരുങ്ങുന്നുണ്ട്, നീ ഇന്ന രീതിയിൽ കൂടെ ചെയ്യ അങ്ങനെ പറഞ്ഞു. 3 വർഷത്തെ പഠനം അവൾ പൂർത്തീകരിച്ചെങ്കിൽ ആ പൂർത്തീകരണത്തിന്റെ പരീക്ഷയുടെ 1 മാസം മുമ്പ് എന്റെ കുഞ്ഞ് ആത്മഹത്യയുടെ വക്കിൽ വരെ ചെല്ലേണ്ട ഒരു അവസ്ഥ വന്നെന്ന് പറഞ്ഞാൽ കുഞ്ഞിന് തലവേദന കൊണ്ട് കണ്ണു തുറക്കാൻ വയ്യ. തലയിൽ തണുത്ത വെള്ളം ഒഴിക്കുമ്പോൾ തിളച്ച വെള്ളം ഒഴിക്കുന്നതിന് പ്രതീതിയാ. കുഞ്ഞിന്റെ മുടി ഊരി റൂട്ട് ഉൾപ്പെടെ ഇളകി പോകുക. ഈ ഒരു അവസ്ഥയിലായി കുഞ്ഞുങ്ങളുടെ നിന്ന പരിഹാസം ഇതൊക്കെ അവൾ സഹിച്ചു. സ്വർഗത്തിലെ ദൈവം ഞാൻ പല ദൈവദാസന്മാരെ വിളിച്ച് പ്രാർത്ഥിപ്പിച്ചു. അനേക മരുന്നുകൾ അവൾ കഴിച്ചു. അതൊന്നും എന്റെ കുഞ്ഞിനെ രക്ഷിച്ചില്ല. ഏറ്റവും ലാസ്റ്റ് മുമ്പിൽ അവളുടെ പരീക്ഷയുടെ 1 മാസം മുമ്പ്, ഒറ്റ മാസം മുമ്പ് ഞാനൊരു ദൈവദാസനെ നാട്ടിൽ നിന്നിവിടെ വരുത്തി. ഞങ്ങൾ കുടുംബമായിട്ടും ആ ദൈവദാസൻ ഉൾപ്പെടെ ഞങ്ങൾ ഒരുമിച്ച് ഉപസിച്ച് പ്രാർത്ഥിച്ചു. ദൈവമക്കളെ, 12 വർഷം എന്റെ കുഞ്ഞനുഭവിച്ച ദുരിത യാതന ഒരു നിമിഷം കൊണ്ട് സ്വർഗത്തിലെ ദൈവം അഴിച്ചു മാറ്റി. അവളുടെ പഠനം പൂർത്തീകരിച്ച് ഇന്ന് അവള് ദൈവസന്നിധിയിൽ പിടിക്കുകയായിട്ട് നിൽക്കുന്നുണ്ട്. ഇന്ന് അവള് നഴ്സിംഗ് പഠനം പൂർത്തീകരിച്ച് ഒരു ജോലി അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് ആ ഒരു അവസ്ഥയിൽ കൂടെ ഞങ്ങൾ കടന്നു. ഞാൻ പറഞ്ഞല്ലോ, എന്റെ മൂത്ത കുഞ്ഞിനെ ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നേർന്നുണ്ടായ ഒരു കുഞ്ഞാണ്. ഈ കൊറോണയുടെ കാലഘട്ടത്തിലാണ് ഒരു വർഷം 6 മാസം മുമ്പാണ് അവൻ വചന പഠനത്തിന് വേണ്ടി കടന്നു പോകുന്നത്. ആ കടന്നു പോകുമ്പോൾ എന്നോട് പറഞ്ഞു, മമ്മി, ഈ കുടുംബത്തിന്റെ ഭാരം ആരാറ്റെടുക്കും? ഞാൻ ഈ സമയത്ത് പോയാല് നമ്മുടെ കാര്യം എങ്ങനെ നടക്കും? ഞാൻ പറഞ്ഞു, മോനെ നീ പോ, വിളിച്ചത് ദൈവമാണ്, നിന്നെ കർത്താവ് വിളിച്ചത്, ഇറങ്ങിച്ചെല്ലാം പറഞ്ഞു, നീ പോകാൻ പറഞ്ഞു. അവൻ എന്നെയും എന്റെ ബാക്കി സഹോദരങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചിട്ട് പോയി. ദൈവമക്കളെ, ഇന്നുവരെയും ദൈവത്തിന്റെ കരം കുറുതായിട്ടില്ല. ഇന്നുവരെയും ഈ പട്ടണത്തിൽ അവൻ ശ്രേഷ്ഠമായി എന്നെ പോറ്റി പുലർത്തുന്നു. ദൈവത്തിന്റെ വിശ്വസ്തത ഈ വലിയൊരു പട്ടണത്തില് ഇത്രയും ചെലവുകൾ എങ്ങനെ നിങ്ങൾ നടത്തുന്നു എന്ന് പലരും ചോദിക്കുന്നുണ്ട്. ഞാനല്ല നടത്തുന്നത്, എന്റെ ദൈവമാണ് നടത്തുന്നത്. ദൈവമക്കളെ, ഞാൻ ഈ തുച്ഛമായ വരുമാനത്തിൽ നിന്ന് എന്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാനൊക്കെ ദൈവം എന്നെ സഹായിച്ചു. എന്റെ കുഞ്ഞുങ്ങൾ ദൈവസന്നിധിയിലുണ്ട്. അതാ എന്റെ വലിയ ബലം. എനിക്ക് മറ്റാരും ആശ്രയിക്കുവാൻ എന്റെ സഹോദരങ്ങളൊക്കെ എന്നെ വിട്ട് ഓടി മറഞ്ഞുപോയി. ഇന്നും അവർ അവിടെ അങ്ങനെ തന്നെ നിൽക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവന്റെ മരണത്തോടു കൂടി ഞാൻ തികച്ചും ഒറ്റപ്പെട്ടു. കുടുംബത്തിൽ ഒരു കാര്യത്തിനും എന്നെ അവർ അടുപ്പിക്കത്തില്ല. 13 വർഷം കൂടിയിരുന്നാണ് കഴിഞ്ഞ ജനുവരി മാസത്തിൽ ഞാൻ നാട്ടിൽ പോയത്. നാട്ടിൽ പോയെങ്കിലും എനിക്ക് എന്റെ സഹോദരങ്ങളുടെ വീട് എനിക്ക് തുറന്നിട്ട് തന്നില്ല. ഞാൻ എന്റെ സ്വന്തക്കാരുടെ വീടുകളിലും അവിടെ ഇവിടെയൊക്കെയാണ് ഞാൻ താമസിച്ചത്. എങ്കിലും സ്വർഗത്തിലെ ദൈവം എന്നെ കരുതുന്നു. ഒന്നെനിക്കറിയാം, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാ. എന്റെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളെ നിറവേറ്റാൻ ശക്തനായ ദൈവമാണ്. എന്റെ സഹോദരങ്ങൾക്ക് എന്നെ സഹായിക്കാം, അവർക്ക് നല്ല കഴിവുണ്ട്. പക്ഷേ അവൻ എന്നെ സഹായിച്ചില്ല. ദൈവത്തിന്റെ മഹത്വം ദൈവം മറ്റാർക്കും വിട്ടുകൊടുക്കുന്ന ഒരു ദൈവമല്ല. എന്നെ കുറിച്ച്, എന്റെ കുഞ്ഞുങ്ങളെ കുറിച്ചും എന്റെ ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്. ആ പ്ലാനിലേക്ക് വരണമെങ്കിൽ നാളെ അവകാശം പറഞ്ഞ ഒരു ലാബാനും പുറകിന് വരാൻ ദൈവം അനുവദിക്കത്തില്ല. ആ ദൈവം ഇന്നുവരെയും എന്നെ പോറ്റി പുലർത്തുന്നു. കേവലം 2500 രൂപ കൊണ്ട് കൊറോണ കാലഘട്ടത്തിൽ എന്റെ കൈവശം ഇരുന്നത് കൊണ്ട് ശ്രേഷ്ഠമായ രീതിയിൽ ആ ബാങ്കിലേക്ക് നിറഞ്ഞു വരത്തക്കവണ്ണം ദൈവം എന്നെ വഴി നടത്തി. ദൈവമക്കളെ, അനേകരെ പോഷി പുലർത്താൻ ആ ഒരു നന്മ കൊണ്ട് എനിക്ക് കഴിഞ്ഞു. സരഫാത്തിലെ വിധവയുടെ അകത്തളത്തിലെ അനുഭവങ്ങൾ അറിഞ്ഞ ദൈവം എന്നെയും എന്റെ കുഞ്ഞുങ്ങളെയും പോറ്റി പുലർത്തി. അനേക സഹോദരിമാരെ എന്നോട് ചേർത്ത് പിടിക്കാൻ ആ സമയങ്ങളൊക്കെ എനിക്ക് ഭാഗ്യം തന്നു. ഇതൊന്നും എന്റെ കഴിവൊന്നുമല്ല, ഇതൊക്കെ എന്റെ ദൈവത്തിന്റെ വലിയ വിശ്വസ്തതയും കരുണയും ഒന്നു മാത്രമാണ്. ഇത്രത്തോളം ദൈവമായ കർത്താവിനെ നടത്തി ഞാൻ ഇത്രയും കാര്യങ്ങളെ പറഞ്ഞ് ഞാൻ എന്റെ സാക്ഷ്യം അവസാനിപ്പിക്കാൻ തുടങ്ങിയാണ്. കാരണം ദേവദാസന് ദൂത് പറയുവാനുണ്ടല്ലോ. എന്റെ മൂത്ത മോൻ ഒരു പ്രാർത്ഥനാ വിഷയങ്ങളെ പറയുന്നു. എന്റെ മൂത്ത മകന് 30 വയസ്സ് കഴിഞ്ഞ് അവനൊരു വിവാഹം വേണം. അവൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച പൈതല്. രണ്ടാമത്തെ മോന് അവന് BFA കോഴ്സ് പഠിച്ച് അവൻ നിൽക്കുന്നത്. മക്കളെ, ഒരു പ്രാർത്ഥനാ വിഷയം പറയട്ടെ. അവൻ വീട്ടിലിരുന്ന അതിൻ്റെതായ പണികളൊക്കെ ചെയ്യുന്നെങ്കിൽ ഇന്നുവരെയും എന്റെ കുഞ്ഞിന് അതിൻ്റെതായ ഒരു ജോലി ലഭിച്ചിട്ടില്ല. 5ാമത്തെ വർഷം എന്റെ കുഞ്ഞ് അങ്ങനെ ഒരു പ്രോപ്പർ ജോലി ചെയ്യാതിരിക്കുന്നത്. മോള് ഇങ്ങനെ പഠിക്കുന്നു. ദൈവമക്കളെ, ഞങ്ങളെ ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ കരുതലുകൾക്കും ദൈവത്തിൻ്റെതായ എല്ലാ നന്മകൾക്കും ഞാൻ ഒരു പ്രാവശ്യം കൂടെ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എനിക്ക് സമയം അനുവദിച്ചു തന്ന സോഫിയമ്മാവയോടും ഇതിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും എന്റെ നന്ദിയും സ്നേഹത്തെ അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു.